ഹലോ ബൈ ഗൈസ്, നമ്മള് വിഷുവൊക്കെ ആയിട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കറങ്ങി അടിച്ചിട്ട് തന്നെ വേറെ കാര്യം. ഇന്നത്തെ കണി നമുക്ക് പുറത്താണ് ഗൈസ്. അതും പറഞ്ഞ നമ്മൾ നേരെ ചെന്ന് കയറിയത് കാര്യവട്ടത്തോടാണ്. അവിടെ ഗ്രീൻഫീൽഡിനകത്ത് ഓട്ടോ ഷോ അടപ്പുണ്ട്. അവിടെ ഇഷ്ടം പോലെ വണ്ടികൾ പല ടൈപ്പിൽ മോഡിഫൈ ചെയ്ത് നടത്തിയിട്ടുണ്ട്. നമുക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ദാണ്ട് ഈ കിടക്കുന്നത്. ഇതാണെങ്കിൽ പട 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 പടാ പൊട്ടാണ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോ ഒരു ഉത്സവത്തിന്റെ സൗണ്ട് ഈ വണ്ടിക്ക്. അതെല്ലാം കണ്ട് റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു കപ്പും കൊണ്ടുപോകണം. നമുക്ക് പെട്ടെന്ന് RCB ഓർമ്മ. RCBക്ക് ഇത്തവണെങ്കിലും കപ്പ് കിട്ടണമെന്ന് ആലോചിച്ച് നമ്മൾ നേരെ പോയത് ശംഖുവത്തോട്ടാണ്. ചെന്നവിടെ നമ്മൾ നോക്കിയപ്പോൾ താണ്ട് ഇവിടെ ഒരു ചെറുക്കൻ പറന്ന് വണ്ടി ഓടിക്കണം. അവന്റെ ഓട്ടിപ്പണ്ട് കണ്ണുകളിൽ നിന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് റിമോട്ടിന്റെ കാറായിരുന്നു. മേലെ പോയി മൂല അടിച്ച് താഴോട്ട് പറഞ്ഞ ഈ സാധനത്ത് കയറാൻ പറ്റാത്ത വിഷമത്തിരിക്കുകയാണ് ഇവൻ. ഒരു തന്നെ ഒതുക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ മുതുമുതുക്കന് അവനാണെങ്കിൽ കൊച്ചുള്ളവരോട് കളിക്കണം. ഈ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ അവന്റെ അടുത്ത് അവർ വെച്ച് മോനിക്കാൻ നോക്കാന്ന്. അതും കേട്ട് പതരത്തെറിച്ച് കരഞ്ഞു വിളിച്ച് നേരെ തിരിച്ചു വന്നവൻ. എനിക്ക് ഈ ചെറുക്കന്റെ അവസ്ഥ ആലോചിച്ച് വിഷമമുണ്ടാവും. 1 മണിക്കൂർ കൊണ്ട് ഇഴയാണ്. ഒരറ്റത്തും അവരെല്ലാം കൂടെ ചാടിച്ചാടി തിരിച്ചെത്തിക്കും. പാവം ചെറുക്കൈ. അള്ളാന്റെ കുതിരത്ത് അവയഴഞ്ഞു കഴിഞ്ഞ അവസാനം ലക്ഷ്യം കണ്ട്. പിന്നെ അണ്ടന്റെ ഓരോ കടലേ വാങ്ങിച്ചു നമ്മൾ തെരുവോരങ്ങളിലൂടെ നടന്നപ്പോൾ ഒരിടത്ത് ഇരുന്ന് നമ്മൾ ബിസിനസിനെ കുറിച്ച് ആലോചിച്ചു. കടലിൽ പോയ മീനാവണം, മരനോട്ടി പോയ ശവമാവണം എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് കൂട്ടുകാരന്മാരാണ് എനിക്കുള്ളത്. പോക്കറ്റിൽ 10-14 കോടിയുടെ ബിസിനസ് ആലോചിച്ച് നമ്മളവിടെ നിറയും. ഇറങ്ങിയവിടെ ഒരു ചെറിയ ആക്സിഡന്റ്, പിന്നെ അവിടെ ഒരു രക്ഷാപ്രവർത്തനം വരും. ആക്സിഡന്റ് ആയ പയ്യനെടുത്ത് ഹോസ്പിറ്റലാക്കിയപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. ഹോസ്പിറ്റലിൽ വന്ന് ടീ ഷർട്ട് എന്തിനു ഇത്രയും ചിരിക്കണമെന്ന് എനിക്കറിഞ്ഞു. അതും കഴിഞ്ഞ് ഫുഡും കഴിച്ച് നമ്മൾ പോയി. ഓക്കെ ബൈ.